ഹലോ കുട്ടികളെ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിലെ വളരെ വേണ്ടപ്പെട്ട ദിവസങ്ങളാണ്. ജാനുവരി ലാസ്റ്റോടുകൂടി നമ്മുടെ ഫേസ് 1 ജെഇയുടെ ഫേസ് 1, അതിനുശേഷം ഫെബ്രുവരി പകുതിയോടുകൂടി ബോർഡ് എക്സാംസ് സ്റ്റാർട്ടാവും. അങ്ങനെ മാർച്ച് എൻഡ് വരെ പരീക്ഷയുടെ നാളുകളാണ്. അതിനുശേഷം നീറ്റ്, ജെഇ ഫേസ് 2, കീം, അങ്ങനെ നീളുന്നു ഇതിൻ്റെ ദിവസങ്ങൾ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വീഡിയോസിലൂടെ ചില കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസും അതേമാതിരി കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പം ഇന്നിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ സോൾവ്ഡ് എക്സസൈസാണ്. ബോർഡ് എക്സാമിന് 3 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിനകത്ത് ധാരാളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കിടക്കുന്നുണ്ട് ഹിഡൻ ആയിട്ട്. ജെഇക്ക് ചോദിച്ചിട്ടുണ്ട്, കീമിന് ചോദിച്ചിട്ടുണ്ട്, ഈവൻ CBSE ബോർഡ് എക്സാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് 2023 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഇത് നല്ലോണം മനസ്സിലാക്കി പഠിച്ച് അതിനകത്തു നിന്ന് തന്നെ പല രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് മനസ്സിലാക്കൂ. എക്സാമ്പിൾ 4.7 ആണ്. ഫിഗർ ഈ ഫിഗറിൽ ഷോസ് എ ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് എ സർക്കുലർ ക്രോസ് സെക്ഷൻ, റേഡിയസ് എ എന്നാണ് തന്നിരിക്കുന്നത്. സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ റേഡിയസ് എ ആണ്. ക്യാരിയിങ് സ്റ്റഡി കറണ്ട് ഐ. The current I is uniformly distributed across this cross section. Calculate the magnetic field in the region R is less than A. R is greater than A. പിന്നെ ഈ പിക്ചർ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവണം എന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ടക്ടർ ഉണ്ട്. ഞാൻ ഈ കണ്ടക്ടറിനെ വരയ്ക്കുകയാണേ. ഇതാണ് കണ്ടക്ടർ. യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടറാണ്. ഇതിൻ്റെ ആക്സിസ് ആണ് ഈ കാണുന്നത്. സിലിണ്ടറിക്കൽ കണ്ടക്ടറാണ്. ഇതിൻ്റെ റേഡിയസ് പറഞ്ഞിരിക്കുന്നത് എ എന്നാണ്. റേഡിയസ് എ. ഓക്കെ, എ. അപ്പോൾ ഇങ്ങനെയുണ്ട്. പിന്നെ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ട്. ഈ കറണ്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അല്ലെങ്കിൽ യൂണിഫോംലി ഈ ഏരിയ ക്രോസ് സെക്ഷനിലൂടെ ഇങ്ങനെ യൂണിഫോംലി പോവുകയാണ്. ഇതാ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് കറണ്ട് ഐ എന്ന് പറഞ്ഞ കറണ്ട് ഈ ഇത്രയും ഇതായി ഷെയ്ഡ് ഇരിക്കുന്ന ഏരിയ ക്രോസ് സെക്ഷനിലൂടെയാണ് പോകുന്നത്. ഐ എന്ന് പറഞ്ഞ കറണ്ട്. ഓക്കെ, ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുക നമ്മളോട്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. ഇതാ ഇവിടെ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എവിടെയെന്നോ ഇതാ ഔട്ട്സൈഡിൽ ഞാൻ ആറെന്ന് എടുക്കാം. ഈ പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് ഇത് നമുക്ക് ഈ ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ റേഡിയസ് എ. ആർ ഈസ് ഗ്രേറ്റർ ദാൻ എ. ഇതാണ് ഒന്നാമത്തെ കേസ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ഇതായിക്കോട്ടെ, ഇതാ ഇവിടെ ആർ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ സർഫസിൽ. തേർഡ് വണ്ണാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇതാ ഇൻസൈഡിൽ മൂന്നാമത്തെ, ഇത് രണ്ടാമത്തെ പോയിന്റ്, ഇത് മൂന്നാമത്തെ പോയിന്റ്, ഇതാണ് ആറ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ആർ ഈസ് ലെസ് ദാൻ എ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. എന്തൊക്കെയാ? ഈ കണ്ടക്ടർ, ഇതിപ്പോൾ ഒരു കണ്ടക്ടർ പോലെ കണക്കാക്കിക്കോളൂ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഇതൊരു കണ്ടക്ടർ കണക്കാക്കുക. ഇതിൽ യൂണിഫോം ആയിട്ട് കറണ്ട് ഇങ്ങനെ ഈ ക്രോസ് സെക്ഷനിലൂടെ യൂണിഫോം ആയിട്ട് കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡിൽ ആണ് പോയിന്റ് എങ്കിൽ നമുക്കറിയാം. ആംബിയർ സർക്യൂലർ തിയറി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സർഫസിലാണെങ്കിലും കണ്ടുപിടിക്കാം, ഇൻസൈഡിലാണെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 3 മാർക്സിനാണിത് നമ്മുടെ CBSE ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനകത്തുള്ള 1-2 കാര്യങ്ങൾ, ഒരു ഗ്രാഫും കിടക്കുന്നുണ്ട്. Bയും Rഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഗ്രാഫിക്കലായിട്ട് പഠിക്കാനുണ്ട്. അതും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നോക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ പോയിന്റ് എടുക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ്
എടുക്കുന്ന സമയത്ത് ഇവിടെ ഇതാ ഈ പോയിന്റ് ഞാൻ കേസ് 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇവിടെ കേസ് 1 അതിലെന്താ കേസ്? സ്മോൾ ആർ ഈസ് ഗ്രേറ്റർ ദാൻ എ എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് പോയിന്റാ. ഈ കണ്ടക്ടറിന്റെ ഔട്ട്സൈഡിലാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ ഞാൻ ആംബിയസ് സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനൊരു ഡോട്ട് ലൈൻ റെഡ് കൊടുക്കുക അല്ലേ. ഞാനൊരു ഡോട്ട് ലൈൻ ഇട്ടിട്ട് ഒരു സർക്കുലാർ ആംബീരിയൻ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അറിയാം, ആംബിയസ് സർക്യൂട്ടൽ തിയറം ഒക്കെ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ടൊക്കെ ഒന്ന് നോക്കി റെഡി ആവുക കേട്ടോ. അറിയാം, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I enclosed. I enclosed means current enclosed by the ആംപീരിയൻ ലൂപ്പാണ്. ഇതാണ് ആംപീരിയൻ ലൂപ്പ്, ഈ റെഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്ലോസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ നിങ്ങൾക്ക് അറിയാം, ബി ഡി എൽ കോസ് 0 എന്ന് വരിക. ഇവിടെ ബി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുമ്പോൾ ഉള്ളിലേക്കാണ്, ഡി എല്ലും അങ്ങോട്ടേക്ക് എടുക്കാം. തീറ്റ 0 ഡിഗ്രിയാണ്. അപ്പോൾ ബി പുറത്ത് വന്നു, ഇന്റഗ്രൽ ക്ലോസ് ഇന്റഗ്രൽ ഡി എൽ μ0 I enclosed. നോക്കൂ ഇവിടെ ഈ റെഡ് ആംപീരിയൻ ലൂപ്പ്, സർക്കുലർ ലൂപ്പ്, അതിനകത്തൂടെയാണ് ഫുൾ കറണ്ട്, ഐ എന്ന് പറഞ്ഞ കറണ്ട് അതിൻ്റെ അകത്തൂടെയാണ് ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഐ ആണ് I enclosed. കറണ്ട് എൻക്ലോസ് എന്ന് വെച്ചാൽ ഫുൾ കറണ്ട് പോകും, ഐ എന്ന് പറഞ്ഞത്. പിന്നെ ക്ലോസ് ഇന്റഗ്രൽ ഡി എൽ എന്താ? ഇത് കണ്ടോ, ഇതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ ബി ഇൻറ്റു 2πr ഈസ് ഈക്വൽ ടു μ0 I. എടോ അപ്പോൾ ബി കിട്ടി, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് കിട്ടിയത്? μ0 I ബൈ 2πr. യെസ്, കേസ് 1 വളരെ ഈസി. അപ്പോൾ ആർ ഇസ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ഇതാണ് ഇൻഫിനിറ്റി ലോ കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അതന്നെ. ഇനി കേസ് 2 നോക്കാം. കേസ് 2 ഞാൻ പറഞ്ഞിരിക്കുന്നത് എവിടെയാ? ആർ ഈസ് ഈക്വൽ ടു എ. അതും വളരെ ഈസിയാണ്. ആർ ഈസ് ഈക്വൽ ടു എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ സർഫസിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതാ ഒരു ആംപീരിയൻ ലൂപ്പ് ഞാൻ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു. റെഡ് തന്നെ എടുക്കാം. ആംപീരിയൻ ലൂപ്പ്, സർക്കുലർ ആംപീരിയൻ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I enclosed ആണ് വരിക. അപ്പോൾ ഇവിടെയും I enclosed ഫുള്ള് തന്നെയാണ്. കാരണം എന്താ? ഇവിടെ ഈ സർഫസ് അല്ലേ, ഈ ബോഡിയുടെ സർഫസിലൂടെയാണ് ആംപീരിയൻ ലൂപ്പുള്ളത്. അപ്പോൾ ഫുൾ കറണ്ട് അതിൻ്റെ അകത്തൂടെ തന്നെ പോകും. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ ബി പുറത്തേക്ക് ഇട്ടു, ക്ലോസ് ഇൻ്റഗ്രൽ ഡി അല്ലേ, ഒന്നും പറയണ്ടല്ലോ. ബി ഡി എൽ കോസ് 0, അപ്പോൾ കോസ് 0 1. അപ്പോൾ ബി പുറത്തേക്ക് ഇട്ടു, μ0 I. ഓക്കെ, അപ്പോൾ ബി ഇൻറ്റു ഇവിടെയും പെരിമീറ്റർ എന്താ വരിക? 2πa അല്ലേ. ഇവിടെ എന്താ? ഈ ആർ എന്ന് പറയുന്നത് ഫുള്ളാണ്. അപ്പം നമുക്ക് 2πr എന്ന് കൊടുക്കാം. അത് പിന്നീട് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ? μ0 I. അപ്പോൾ ബി ഈക്വൽ ടു എന്താ വരിക? നമുക്ക് μ0 I ബൈ 2πr ആണ്. യെസ്, അപ്പോൾ ഇൻ ദിസ് കേസ് ആർ ഈക്വൽ ടു എ ആയതുകൊണ്ട് ബി ഈക്വൽ ടു എന്താ? μ0 I ബൈ 2πa. μ0 I ബൈ 2πa. അപ്പോൾ കേസ് 2 ഈസി അല്ലേ, ഈസി. അപ്പോൾ കേസ് 3 ഇതിനകത്താ, കുറച്ചുകൂടി വൃത്തിയിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കേസ് 3 ആണ് ഇതിനകത്ത് കുറച്ചൊന്ന് ചെയ്യാനൊക്കെ ഉള്ളത്. ടഫൊന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നോക്കാം. ഇതാണ് നമ്മുടെ ആക്സിസ്. ഇതിൽ നിന്നും ഇത് റേഡിയസ് മൊത്തം എ ആണ്. പക്ഷേ ഇതിനകത്ത് ഈ മൊത്തം എ ഇല്ല. ഇതിനകത്ത് ഇവിടെയാണ് നമ്മുടെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് കിടക്കുന്നത് ഇവിടെയാണ്, ഇവിടെ. അപ്പോൾ അതാണ് സ്മോൾ ആർ. ആ കേസിൽ സ്മോൾ ആർ ലെസ് ദാൻ എ ആണ്. അപ്പോൾ കേസ് 3 small r is less than a. The point is inside the conductor. അപ്പോൾ ഇവിടെ, അപ്പോൾ അവിടെ ആംപീരിയൻ ലൂപ്പ് എടുക്കുക. ഇതാ, യെസ്, ആംപീരിയൻ ലൂപ്പ് എടുത്തു. ഇവിടെ ആംപീരിയൻ ലൂപ്പ് ഞാൻ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാലേ ഇവിടെ ആ ഏരിയ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫുൾ കറണ്ട് ഇതിലൂടെ പോവില്ല. ഐ എന്ന് പറഞ്ഞ കറണ്ട് ഫുള്ള് പോവില്ല. അപ്പോൾ ഞാൻ ആ കറണ്ടിനെ ഞാൻ I ഡാഷ് എന്നങ്ങ് എടുക്കും കേട്ടോ. അപ്പോൾ അതാണ് അവിടെയുള്ള വ്യത്യാസം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇതിനകത്ത് നമ്മുടെ ഈ ആംബിയസ് സർക്യൂട്ടൽ തിയറം ACT അതറിയാത്തവർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണേ. എന്തായിരുന്നു? ക്ലോസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി ഈക്വൽ ടു μ0 I enclosed ആണ്.
അപ്പോൾ ക്ലോസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ ബി പുറത്തേക്കൊരു നോർമൽ പ്രൊസീജിയർ. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എൽ ഇതെന്താ വരിക, μ0 I കംപ്ലീറ്റ് വരില്ല, അതിന് ഞാൻ I ഡാഷിന് എടുത്തു, അവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസൈഡ് ആണെങ്കിൽ. അപ്പോൾ ബി ഇതെന്താ വരിക, 2πr. ഓക്കെ, μ0 I ഡാഷ്. അപ്പോൾ ബി ഈക്വൽ ടു എന്ത് കിട്ടുന്നു, μ0 I ഡാഷ് ഡിവൈഡഡ് ബൈ 2πr എന്ന് വന്നു. ഇത് ഞാൻ ഇക്വേഷൻ 1 എടുക്കുകയാണ്, കാരണം I ഡാഷിന് അങ്ങനെ നമുക്ക് വെച്ചാൽ പറ്റില്ല കേട്ടോ. I ഡാഷിനെ നമുക്ക് ഒന്ന് മാറ്റണം. ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നോക്ക്, ഇത് ഞാനിങ്ങനെ ചെയ്തപ്പോൾ ഒന്നിങ്ങോട്ട് നോക്കൂ നിങ്ങൾ, ഇത് കണ്ടോ, ഈ കണ്ടക്ടറിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ നിങ്ങൾ നോക്കിയേ. ഈ കണ്ടക്ടറിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ആണ് എത്ര, എ. ഇതിൻ്റെ റേഡിയസ് ആണ് എ. അപ്പം ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേട്ടോണേ. ആ πa² എന്ന് പറയുന്ന ഏരിയ ക്രോസ് സെക്ഷനിലൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് ആണ് I. എന്താ, πa² എന്ന് പറയുന്ന ഏരിയ ക്രോസ് സെക്ഷനിലൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് I ആണ്. അപ്പോൾ എങ്കിൽ നോക്കിക്കോളൂ, ഞാനിവിടെ ഇതാണ് ഇങ്ങനെ തന്നെ ഇതാണ് കറണ്ട് ത്രൂ πa² ഏരിയ ഈസ് ഈക്വൽ ടു I. അങ്ങനെയാണെങ്കിൽ കറണ്ട് ത്രൂ യൂണിറ്റ് ഏരിയ എത്രയാണോ, I/πa². അല്ലേ, ടോട്ടൽ πa² ഏരിയ കൂടെ പോകുന്ന കറണ്ട് I ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ത്രൂ യൂണിറ്റ് ഏരിയ എന്താ, I/πa². അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കറണ്ട് ത്രൂ ഇതിൻ്റെ റേഡിയസ് ഞാൻ ഇൻസൈഡാണ് എടുത്തത്, അപ്പോൾ 6 എന്ന് എടുത്ത്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കറണ്ട് ത്രൂ അതിൻ്റെ ഏരിയ എത്രയാണോ, ഈ ചെറിയ ഏരിയ അതിൻ്റെ റേഡിയസ് 6. അപ്പോൾ കറണ്ട് ത്രൂ πr² ഏരിയ എന്തായിരിക്കും, ഇവിടെ യൂണിറ്റ് ഏരിയ കൂടെ പോകുന്ന ഇതാണ്, ഒന്നിന് ഇതാണ്. അപ്പോൾ πr² എന്തായിരിക്കും, ഇത് ഇൻറ്റു πr² അല്ലേ. അപ്പോൾ I/πa² ഇൻറ്റു ഇതാ πr². ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്, I ഡാഷ്. ദിസ് ഈസ് I ഡാഷ്. ദാറ്റ് ഈസ് എന്താ കിട്ടുക, പയ്യും കട്ടായിപ്പോയി. അപ്പം നമുക്കെന്ത് കിട്ടും, I/a² ഇൻറ്റു r² എന്ന് കിട്ടും. ഇത് ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. എന്നിട്ട് ഇക്വേഷൻ 2 എടുത്തിട്ടേ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കാം, നമ്മുടെ ഇക്വേഷൻ 1 പുട്ട് 2 in 1. 2 in 1. 1 ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ B = കേസ് 3 ആണ് ഇത് ചെയ്യുന്നത്. μ0 I/2πr ഉണ്ട്. പിന്നെ I ഡാഷിൻ്റെ വാല്യൂ ഇതാ, എന്താ, I/a² ഇൻറ്റു r². അല്ല, ഒരാറും കട്ടായിപ്പോയി. അപ്പോൾ എനിക്ക് B = എന്താ കിട്ടുന്ന, μ0 I/2πa² ഇൻറ്റു r. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം, മനസ്സിലായല്ലോ. അപ്പോൾ μ0 കോൺസ്റ്റൻറ്റ്, I കോൺസ്റ്റൻറ്റ്, 2 കോൺസ്റ്റൻറ്റ്, π കോൺസ്റ്റൻറ്റ്, a റേഡിയസ് ആണ്, അതും കോൺസ്റ്റൻറ്റ്. ഈ r ആണ് ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് ദി കണ്ടക്ടർ കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം നമുക്ക് കേട്ടോ, നിങ്ങൾ ഔട്ട്സൈഡ് പോയിൻ്റ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇക്വേഷൻ ഇത് കണ്ടോ, μ0 I/2π, r വേരിയബിൾ. ഔട്ട്സൈഡ് ആണെങ്കിൽ സ്മോൾ r ഈസ് ഗ്രേറ്റർ ദാൻ a ആണെങ്കിൽ b ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r വരിക. ഓക്കെ, പിന്നെ അറ്റ് ദ സർഫസ് r = a ആണെങ്കിൽ എന്താ വരിക, അത് കോൺസ്റ്റൻ്റ് ആവില്ല, b = കോൺസ്റ്റൻ്റ്. ആ വാല്യൂ ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷേ സ്മോൾ r ഈസ് ഗ്രേറ്റർ ദാൻ r ആണെങ്കിൽ നോക്കൂ, ഇത് കണ്ടോ, ഫൈനലി നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കൂ, b ഈസ് പ്രൊപ്പോർഷണൽ ടു r കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്, നോക്കിക്കോണേ. ഇതാ, ഇത് B മാഗ്നറ്റിക് ഫീൽഡ്, ഇത്
ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ദി സിലിണ്ടറിക്കൽ കണ്ടക്ടർ. അപ്പോൾ ഇതിങ്ങനെ എത്തുമ്പോൾ ഇവിടെ സ്മോൾ ആർ ഈക്വൽ ടു എ എത്തുന്ന എന്നുവെച്ചാൽ സ്മോൾ ആർ ഈക്വൽ ടു റേഡിയസ് എത്തുന്ന പോയിന്റ് എന്നുവെച്ചാൽ സർഫസിൽ കേട്ടോ. ഇതെന്താ സ്മോൾ ആർ ഈസ് ലെസ് ദാൻ, അത് നമുക്ക് ഗ്രാഫിൽ എഴുതാം. അപ്പോൾ ഇതാ സർഫസിലെത്തുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡേ നമ്മൾ ആദ്യം ഇതാ സർഫസിലെത്തുമ്പോൾ ഇത്രയാണ് μ0I/2πa, അത് ഇത്രയാന്ന് നമ്മൾ ലേബൽ ചെയ്തു. എടോ ഈ സ്മോൾ ആർ ഈക്വൽ ടു എ വരെ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉണ്ടോ? ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ. പിന്നെയോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വരിക, ബി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ ഇതെന്താ, ഈ ഭാഗം സ്മോൾ ആർ ഈസ് ലെസ് ദാൻ എ, ഈ ഭാഗം സ്മോൾ ആർ ഈസ് ഗ്രേറ്റർ ദാൻ എ. യെസ്, 3 മാർക്സ്. ആരാ മാർക്ക് പോലും എവിടെയും പോകില്ല, കംപ്ലീറ്റ് അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. CBSE ബോർഡ് എക്സാം എഴുതുന്നവർ നിർബന്ധമായിട്ടും ഇത് പഠിച്ചിരിക്കണം. NCERT എക്സസൈസ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഈ വർഷത്തെ ബോർഡ് എക്സാമിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയാം, നോക്കിക്കോളൂ അല്ലെങ്കിൽ. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇതാ ഇൻസൈഡിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി അടുത്ത നമ്മൾ ഡിസ്കഷനിലൊക്കെ വരും. ഇത് ഈ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഡെറിവേഷനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഇപ്പോൾ ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി പഠിക്കില്ലേ, അതുപോലെ പഠിക്കേണ്ട ഒരു സാധനമാണ്, ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതിനകത്ത് ഔട്ട്സൈഡിലാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഇൻസൈഡാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് പിന്നെ ഈ ഗ്രാഫ് ഉണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻട്രൻസ് ചെയ്യുന്നവരും എല്ലാവരും ഇത് മനസ്സിലാക്കി പഠിച്ചേക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.